അസ്സലാമു ഇവിടുത്തെ പെൺമക്കളിൽ ഏറ്റവും ചെറിയ ആണ് ആയിഷ. ആയിഷ അപ്പോൾ ഉമ്മനെ കല്യാണം കഴിച്ചത് ആരാമ്പത്തേക്കാണ്. അപ്പോൾ കിഴക്കേ പൊതിക്കടി എന്നാണ് ഞങ്ങളെ തറവാടിൻ്റെ പേര്. ഉപ്പ മാമു 6 വർഷമായി മരിച്ചു പോയിട്ട്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഉപ്പ നമ്മളെ കൂടെ ഇല്ല, എല്ലാവരും ദുആ ചെയ്യും ഉപ്പയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് 3 മക്കളാണുള്ളത്. മൂത്തത് ജസീന, രണ്ടാമത്തെ ഇക്കാക്കാണ് നൗഷാദ്, സൗദിയിലാണുള്ളത്. ഗ്രൂപ്പൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റാൻ മതിയാവും, നല്ല കമൻസും എല്ലാം വാരി വിതറുന്നുണ്ട് അവർ. അപ്പം 3ാമത്തെ ഞാനാണ്, എൻ്റെ പേര് ജസ്ന. പിന്നെ ഞാൻ താത്തൻ്റെ കയ്യിൽ കൊടുക്കാം, ഓള് പറയും, ഓളെ കുടുംബത്തെ കുറിച്ച് ഓള് പറയും. അസ്സലാമു അലൈക്കും. ഞാൻ ആയിഷ, ഏറ്റവും 10ാമത്തെ മോളാണ് ആയിഷ എന്ന് പറയുന്നത്, വലിയ മൂത്ത മോളാണ് ഞാൻ. എന്നെ കല്യാണം കഴിച്ചത് ബാലുശ്ശേരിക്കാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡാണിത് മുനീർ. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മോളാണ് നെഹ്ന മെഹ്റാൻ. MMO കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുന്നുണ്ട്. മോനുണ്ട്, ഒരു മോന് മാസിൻ മുഹമ്മദ്. മോന് പിന്നെ മംഗലാപുരത്താണ് പഠിക്കുന്നത്. അവനിങ്ങനെ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എനിക്ക് 2 മക്കളാണ്. അപ്പോൾ 2 മക്കളും ചെറിയൊരു കുടുംബമായിട്ടാണ്. ഞങ്ങൾ പൊതുവെ ഒരു ചെറിയൊരു കുടുംബമാണ്. ഇവിടെ നോക്കുന്നവരെ വലിയ കുടുംബമാണ് മോൾക്ക് കണ്ടത്. പക്ഷേ നമ്മൾ കുറച്ച് പേര്, ഞങ്ങൾ 3 അംഗങ്ങൾ, കുറച്ച് ഫാമിലിയേ ഉള്ളൂ, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളവരുടെ നോക്കുന്നേരം ഞങ്ങൾക്ക് ഒരു സ്ട്രെങ്ത്ത് വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാത്തിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അങ്ങനത്തേനൊന്നും പറ്റാത്തൊരിതുപോലെ തോന്നുക ഫാമിലി പറയുന്ന സമയത്ത്. ഓക്കെ, എന്നാലും ഞങ്ങൾ കുറച്ച് പിന്നെ അളിയന് ഇതും ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, കുറേ വർഷങ്ങളായി ഗൾഫിലായിരുന്നു. പിന്നെ ഇപ്പം നാട്ടിലാണ്, സെറ്റിലായിട്ട് നാട്ടിലാണ്. പിന്നെ 2ാമത്തെ എൻ്റെ അനിയന് നൗഷാദ് സൗദിയിലാണ്, ഇപ്പോൾ വരാൻ പറ്റിയില്ല. അനിയൻ്റെ വൈഫാണ് ജസ്ലയ്ക്ക് അനിയനും 2 മക്കളാണ്. ഒന്ന് ഫർദിസും പിന്നെ താബിഷും 2 മക്കളാണ്. അപ്പോൾ അവളെ നാളെ രാവിലെ സൗദിക്ക് പോവുകയാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് കയറേണ്ടി വന്നത്. പിന്നെ അനിയത്തിയോളെ കാര്യം പറയുന്നത്. എൻ്റെ പേര് ജസ്ന. എന്നെ കല്യാണം കഴിച്ചത് പതിമംഗലത്തേക്കാണ്. ഇവിടെ കുറേ പേരൊക്കെ അറിയും. പിന്നെ ഹസ്ബൻഡ് റഷീദ് ഖത്തറിലാണുള്ളത്. പിന്നെ എനിക്ക് 2 കുട്ടികളാണ്, ഒരു മോനും ഒരു മോളും. മോള് അവിടെ ഉണ്ട്. മോനാണ് മൂത്തത്. മോന് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഖത്തറിലാണ്, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പം മോന് 4th പഠിക്കുന്നത്, അവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ മോള് 2 വയസ്സായി. നമുക്ക് എന്തെങ്കിലും ഓർമ്മകളൊക്കെ പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ മൈക്ക് കൊടുക്കാം. നമുക്ക് കുറേ പറയാനുണ്ട്, പക്ഷെ ഞങ്ങളെ മുന്നിൽ വെച്ചാൽ പറയാനാവുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്താ, ഇനി ആരും അറിയാത്തല്ലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ. ആൽപ്പർമത്തെ കുടുംബക്കാരെ, കുഞ്ഞിക്കുളങ്ങര കുടുംബക്കാരെയും കുറേ പേരെ ഞാൻ അറിയാത്തുണ്ട്. ഈ കുടുംബസംഗമം വെച്ചതിലും ഞാൻ വന്നതുകൊണ്ടും എനിക്ക് കുറേ പേരെ അറിയാനും പരിചയപ്പെടാനും സാധിച്ച്, അൽഹംദുലില്ലാ. അതിന് ഇവിടെ ഒരുക്കി തന്ന സംഘാടകരോട് ഞാൻ നന്ദി പറയുന്നത്. കാരണം ഞാൻ കുറച്ച് കാലമായിട്ട് ഖത്തറിലാണ്. അപ്പോൾ എനിക്ക് കുറേ പരിപാടികൾ മിസ്സായിട്ടുണ്ട്. അപ്പം എല്ലാവരെയും എപ്പോഴും ഒന്നും കാണില്ല. ഞാൻ എപ്പോഴെങ്കിലും വരുന്നേരം എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാമെന്നല്ലാതെ വേറെ അങ്ങനെ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഇവർ ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ മുതലേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, വരണം, എല്ലാവരും കാണണം, കൂടണം. കാരണം ഗൾഫിൽ നിൽക്കുന്നവർക്ക് നല്ലോണം മനസ്സിലാവും ആ ഒരു മിസ്സിങ്. അവിടെ നിന്നിങ്ങനെ നമ്മൾ പരിപാടി കാണുന്നവരോ വല്ലാത്തൊരു മിസ്സിങ് ആണ് ഫീൽ ചെയ്യുക. നമ്മളെ കുടുംബങ്ങളും നമ്മളെ കൂടെ കളിച്ചവരും എല്ലാവരും ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ ഇവർ ഫിക്സ് ചെയ്തപ്പം തന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കരമുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, വരണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എല്ലാത്തിനും കൂടണം ഒക്കെ ഉണ്ടായിരുന്നു. പഠിച്ചവൻ അൽഹംദുലില്ലാ പിന്നെ
ഞാൻ നിങ്ങളെ കൂടെ എല്ലാവരും കൂടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി. ഞാൻ അതിൽ വളരെ സന്തോഷമാണ്. എല്ലാവരോടും നന്ദി പറയുന്നത്. അസ്സലാമു അലൈക്കും.